പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിക്കടുവയെ വെടിവെച്ച് കൊല്ലാൻ 10 സംഘം വയനാട്ടിലേക്ക്. ഓരോ സംഘത്തിലും 8 പേരുണ്ടാകും. അടിയന്തര ആവശ്യങ്ങൾക്കായി 50 ലക്ഷം രൂപ അനുവദിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം. തെരച്ചിലിനായി കുങ്കിയാനകളായ വിക്രമിനെയും കോന്നി സുരേന്ദ്രനെയും ദൗത്യമേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്തും അഭിജിത്ത് മുഴക്കുന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്കാണ്. സുർജിത്ത്, ഇന്ന് ഒരു RRT സംഘത്തിൽപ്പെട്ട ഒരാൾക്ക് നേരെയും കടുവയുടെ ആക്രമണം ഉണ്ടായി. അതിന് പിന്നാലെ വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ ദൗത്യം വൈകുന്നു എന്ന പരാതിയുമായി നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെയൊരു ആക്രമണം കൂടി ഉണ്ടാകുന്നത്. മന്ത്രിക്കും അതിൻ്റെ ചൂടറിയേണ്ടി വന്നു. ഇനിയിപ്പോൾ ദൗത്യം എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പോകുന്നു. ആ ദൗത്യത്തിൻ്റെ സ്വഭാവം വരും മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും സുർജിത്ത് അയ്യപ്പത്ത്? ശ്രീജിത്ത്, ഇന്ന് അതിനാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് ഈ പഞ്ചാരക്കൊല്ലി സാക്ഷ്യം വെച്ചത്. ഞാനും അഭിജിത്ത് മുഴക്കുന്നു ഇപ്പോഴും പഞ്ചാരക്കൊല്ലിയിൽ തുടരുകയാണ്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ, അതായത് ജയസൂര്യ എന്ന് പേരുള്ള RRT സംഘത്തിലെ മാനന്തവാടി RRT സംഘത്തിൻ്റെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥനാണ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. അദ്ദേഹത്തിന് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ 10 പേരടങ്ങുന്ന സംഘം 10 സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ വനമേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിയത്. ആ പരിശോധന നടത്തിയ ഘട്ടത്തിലെല്ലാം തന്നെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി. അതിൽ തുടർന്ന് അതിനെ വളഞ്ഞ് പിടികൂടുക എന്നുള്ള തരത്തിലുള്ള ദൗത്യത്തിലേക്കാണ് വനംവകുപ്പ് കടന്നത്. പക്ഷേ ആ സന്ദർഭത്തിൽ ആണ് ഈ സംഘങ്ങളിൽ ഉൾപ്പെട്ട ഒരാൾ, അതായത് ജയസൂര്യ എന്നാണ് പേര്, മക്കിമല സ്വദേശിയാണ്. അദ്ദേഹത്തിന് നേരെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. കടുവ പാഞ്ഞെടുത്തപ്പോൾ അത് ഷീൽഡ് ഉപയോഗിച്ച് തടുക്കാൻ വേണ്ടി ശ്രമം നടത്തി. അതായത് ഒരാളെ കൂടി കടുവ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നു. ആ ഒരു സാഹചര്യത്തിൽ അതിനെ മയക്കുവെടി വെക്കുകയല്ല, വെടിവെച്ച് കൊല്ലുക എന്നുള്ള ആ ഒരു തരത്തിലേക്ക് തന്നെ, മാൻ ഈറ്റർ, ആ തരത്തിൽ തന്നെയുള്ള ആ ഒരു പരിധിയിലേക്ക് ഈ കടുവ എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഇനി വെടിവെച്ച് കൊല്ലൽ എന്നുള്ള നടപടി സ്വീകരിക്കും എന്നുള്ള തരത്തിലുള്ള നിലപാട് വനമന്ത്രി തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു സംഭവം അതിനുശേഷം ഈ രാധയുടെ മരണം നടന്ന ആ പ്രദേശത്തിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനുശേഷം ഉന്നതതല യോഗമടക്കം വനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൽപ്പറ്റയിൽ ചേർന്നു. ഇതിനുശേഷമാണ് ഉച്ചയോടുകൂടി മന്ത്രി ഈ രാധയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ആ കടന്നു വന്ന സന്ദർഭത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിമാറുകയായിരുന്നു ഈ പഞ്ചാരക്കൊല്ലി പ്രദേശം. ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഭിജിത്ത് മുഴക്കും തന്നെ വിശദീകരിക്കും. പിലാക്കാവ് മുതലാണ് ഈ പ്രതിഷേധം തുടങ്ങിയത്. പിലാക്കാവ് ജംഗ്ഷൻ എന്ന് പറയുന്നത് പഞ്ചാരക്കൊല്ലിക്ക് അടുത്തുള്ള പ്രദേശമാണ്. എങ്ങനെയായിരുന്നു ആ പ്രതിഷേധം രൂപം കൊണ്ടത് അഭിജിത്ത്? സുർജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യോഗത്തിന് പിന്നാലെ മന്ത്രി ഈ രാധയുടെ വീട്ടിലേക്ക് എത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഈ പിലാക്കാവ് വഴി വരുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. കരിങ്കൊടി പ്രതിഷേധം മന്ത്രിക്ക് നേരിടേണ്ടി വന്നു. അതിനു പിന്നാലെ മന്ത്രി ഈ രാധയുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മീറ്ററുകൾ മാത്രം ഇപ്പുറത്ത് വെച്ച് നാട്ടുകാർ മന്ത്രിയെ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനം മന്ത്രി എന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ടും തങ്ങളെ ഇവിടേക്ക് എത്തിയില്ല, ഈ പ്രദേശത്തേക്ക് എത്തിയില്ല, രാധയുടെ കുടുംബത്തിലേക്ക് എത്തിയില്ല, അവരെ ആശ്വസിപ്പിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ നാട്ടുകാർ ഉന്നയിച്ചത്, പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. അതിനെല്ലാം ഒടുവിൽ പോലീസ് ഏറെ പണിപ്പെട്ടാണ് മന്ത്രിയെ രാധയുടെ വീട്ടിലേക്ക് എത്തിച്ചത്. ആ ഘട്ടത്തിലും വലിയ പ്രതിഷേധം ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായി. പിന്നീട് ഉള്ളിലെത്തി രാധയുടെ കുടുംബാംഗങ്ങളെ മന്ത്രി കണ്ടു. ഈ മകന് താൽക്കാലിക ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമന ഉത്തരവ് മന്ത്രി കൈമാറുകയും ചെയ്തു. പിന്നീടാണ് ഒരു ചർച്ച, ഈ പ്രതിഷേധക്കാരുമായി നാട്ടുകാരുമായി ഒരു ചർച്ച എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മന്ത്രി എത്തുന്നത്. അങ്ങനെ ഈ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു ചർച്ച നടന്നു. ആ ചർച്ചയ്ക്കൊടുവിൽ പുറത്തിറങ്ങിയ മന്ത്രി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയുണ്ടായി. നാട്ടുകാർ തങ്ങളുടെ ഭാഗം, തങ്ങളുടെ പ്രശ്നങ്ങൾ, തങ്ങളുടെ പരാതികൾ മന്ത്രിയെ അറിയിച്ചു. അവരുടെ പരാതി, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളത് തന്നെയാണ്. മന്ത്രി പുറത്തിറങ്ങിയതിന് ശേഷം ഈ ചർച്ചയ്ക്കൊടുവിൽ, ആ ചർച്ചയിൽ CCFും DFOയും അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥരും ആ ചർച്ചയിൽ ഉണ്ടായിരുന്നു, നാട്ടുകാരുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചർച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനത്തിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മന്ത്രി ഉറപ്പ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലും എന്നുള്ളത് തന്നെയാണ്. മറ്റു നിയമങ്ങൾ, അത് രാവിലെ തന്നെ മന്ത്രി നരഭോജി കടുവയായി ഈ കടുവയെ പ്രഖ്യാപിച്ച തീരുമാനം ഉൾപ്പെടെ പങ്കുവെച്ചതാണ്. ആ സാഹചര്യത്തിൽ വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് കടന്ന ആ വേളയിലാണ് ഇതിനെ നരഭോജി കടുവയായി പ്രഖ്യാപിക്കുന്നു, അതിനെ വെടിവെച്ച് കൊല്ലും എന്നുള്ള ഒരു ഉറപ്പിലേക്ക് തന്നെ മന്ത്രി കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇന്ന് ഈ പഞ്ചാരക്കൊല്ലി സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ നാട്ടുകാരുടെ പ്രതിഷേധം കണ്ടതാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ്
സുർജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, ഇനിയിപ്പോൾ നാളെ എങ്ങനെയായിരിക്കും ഈ ദൗത്യം പുനരാരംഭിക്കുക? എങ്ങനെയാണ് ഇപ്പോൾ ഈ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട ദൗത്യത്തിലേക്ക് ഈ സംഘം കടക്കുക? അഭിജിത്ത്, ഇന്ന് രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെർമൽ ഡ്രോൺ അടക്കമുള്ള പരിശോധന നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ തെർമൽ വാനും എത്തിയിട്ടുണ്ട്. ആ വാൻ വനത്തിനകത്തേക്ക് കയറി പോകാവുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമുള്ള വാനാണ്. സ്വാഭാവികമായും ആ രീതിയിലുള്ള പരിശോധന ഇന്ന് രാത്രിയും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് തുടരും. നാളെ രാവിലെ കൂടുതൽ RRT സംഘം ഇവിടേക്ക് എത്തും. കൂടുതൽ പേരെ ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഷാർപ്പ് ഷൂട്ടേഴ്സ് അടക്കമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു സംഘമാണ് ഉണ്ടാവുക. ആ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് നാളെ നടക്കുന്ന ഒരു കോമ്പിംഗ് ഉണ്ടാവുക. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു കോമ്പിംഗ് ആവും. കടുവയെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ മേഖലയിലേക്ക് പോയി അതിനെ വെടിവെക്കുക എന്നുള്ള തരത്തിലുള്ള നീക്കമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടക്കുന്നത്. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ തുടരുകയാണ്. കൂടുതൽ വെറ്റിനറി ഓഫീസർമാരെയും വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. കാരണം ഈ വലിയ രീതിയിലുള്ള ബഹുജന പ്രതിഷേധം, ആ പ്രക്ഷോഭത്തിന്റെയൊക്കെ സാഹചര്യത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. ഏത് വിധേനയും കടുവയെ വെടിവെച്ചു കൊല്ലുക എന്നുള്ള ദൗത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. തടസ്സമായി നിൽക്കുന്നതായി ഈ വനംവകുപ്പ് നരഭോജിക്കടുവയായി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇനി അടുത്ത നടപടി എന്നുള്ള നിലയിൽ കടുവയെ കണ്ടാൽ വെടിവെച്ചു കൊല്ലുക എന്ന നടപടിയിലേക്കായിരിക്കും ദൗത്യസംഘം കടക്കുക. വലിയ പ്രതിഷേധം നാട്ടുകാർ തുടരുന്നുണ്ട്. അതുകൊണ്ട് നാളത്തെ ദൗത്യസംഘത്തിന്റെ നടപടികൾ എങ്ങനെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്.